നമസ്കാരം. പുരാതനമായ ആലങ്ങാട് ജുമാ മസ്ജിദിന്റെ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. പള്ളിയുടെ പ്രധാന കവാടത്തിൽ സ്ഥാപിച്ച 2 ഭണ്ഡാരങ്ങളിലൊന്ന് ഇരുമ്പുപാര ഉപയോഗിച്ചാണ് കുത്തിപ്പൊളിച്ച് പണം കവർന്നിട്ടുള്ളത്. ഏകദേശം 25,000 രൂപയെങ്കിലും നഷ്ടപ്പെട്ടതായി മഹൽ പ്രസിഡന്റ് ബിനു അബ്ദുൽ കരീം പറഞ്ഞു. മറ്റൊരു ഭണ്ഡാരം പാതി കുത്തി തുറന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് പണം നഷ്ടമായിട്ടില്ല. കുത്തി തുറക്കുന്നതും ഭണ്ഡാരത്തിൽ നിന്ന് പണം വാരിയെടുക്കുന്നതും CCTV ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 4-നാണ് സംഭവം. മുമ്പും ഈ ഭണ്ഡാരം കുത്തി തുറന്ന് പണം അപഹരിച്ചിട്ടുണ്ട്. 6 മാസത്തിനിടെ നിരവധി മോഷണം. ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മോഷണം നടന്ന ആലങ്ങാട് ജുമാ മസ്ജിദിന് 100 മീറ്റർ മാത്രം അകലെയാണ്. എന്നിട്ടും പോലീസിന് മോഷ്ടാക്കളെ കണ്ടെത്താനോ പിടികൂടാനോ കഴിയാതിരുന്നത് നാട്ടുകാർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. പോലീസിന്റെ മൂക്കിന് താഴെ മോഷ്ടാക്കൾ വിലസിയിട്ടും കണ്ടുപിടിക്കാനോ മറ്റു നടപടി സ്വീകരിക്കാനോ കഴിയാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 6 മാസത്തിനിടെ നിരവധി മോഷണങ്ങളാണ് നടന്നത്. ഒന്നിൽ പോലും മോഷ്ടാവിനെ പിടികൂടാൻ കഴിയാത്തത് നാണക്കേടായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തട്ടാമ്പടി വടക്കേ വീട്ടിൽ ബാബുവിന്റെ വീടിന്റെ മുൻഭാഗത്തെ വാതിൽ പൊളിച്ച് കവർച്ച ശ്രമം നടത്തിയിരുന്നു. ഇതും പുലർച്ചെയാണ് നടന്നത്. പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയതല്ലാതെ കേസന്വേഷണം ഊർജിതമാക്കി പ്രതികളെ കണ്ടെത്താനോ പിടികൂടാനോ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ ആലുവ പറവൂർ റൂട്ടിൽ കാരിച്ചിറയിൽ കരുമാലൂർ പഞ്ചായത്തിന്റെ മിനി വ്യവസായ സമുച്ചയത്തിലെ 4 സ്ഥാപനങ്ങളുടെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ കവർച്ച നടത്തിയത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.